ഞാൻ അവസാനമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന കേരള PSC എക്സാംസിൽ 5 പോസ്റ്റുകളുടെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്ത 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ ആദ്യം പറയാനുള്ളൊരു കാര്യം, ലിസ്റ്റിൽ വന്നിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്ഥാപനം ഇതിനൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ എക്സാം പോയിട്ട് എഴുതുന്നത് PSCയുടെ, അത് ക്രാക്ക് ചെയ്ത് ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ എക്സാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും അറിയണം. അത് നമ്മൾ പോയി എഴുതിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പോയി എഴുതാറ്. ഓക്കെ, നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ് ജോലിയിലോട്ട് കയറിയിട്ട് ഒരു 9 to 5 അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിനെ വളർത്തണം. എനിക്കാണെങ്കിലും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പല പോസ്റ്റുകളിലും ലിസ്റ്റ് പെട്ടിട്ടും ജോലിക്കൊന്നും പോവാഞ്ഞ്. സോ ഇതിനെക്കാട്ട് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ആദ്യം തന്നെ വെച്ചു എന്ന് മാത്രം. ഓക്കെ, സോ കേരള PSC എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട ആദ്യത്തെ പോയിന്റിലോട്ട് കിടക്കാം. നമ്പർ 1 സിലബസ് ആണ്. പലരും ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് പഠനം, കോച്ചിങ് ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് നല്ലതാണ്, നോ പ്രോബ്ലം. എപ്പോൾ പഠിച്ചു തുടങ്ങുന്നതും നല്ലതാണ്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സിലബസാണ്. കാരണം ഇവർ സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിനേക്കാൾ മുമ്പത്തെ സിലബസും ഇനി വരാൻ പോകുന്ന ഒരു പോസ്റ്റിൻ്റെ സിലബസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. ആ സിലബസിൽ ഇല്ലാത്ത ഒരു ചോദ്യം പോലും വരില്ല. വന്നാൽ തന്നെ അത് കേസിനൊക്കെ പോയിട്ട് ക്യാൻസലായി പോവും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് എന്താണ് സിലബസിൽ അത് മാത്രം പഠിക്കുക. അതല്ലാത്ത ഒരു ഏരിയയും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഒരുപാട് പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഏത് കേരള PSC എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എല്ലാ ടോപ്പിക്സിനും. ഇപ്പോൾ KFC അസിസ്റ്റൻ്റ് എക്സാം നടക്കാൻ പോവാണ് 13-ാം തീയതി. 10 മൊഡ്യൂൾസ് ആണ് വരുന്നത്, 10 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. സോ ഈ 10 ടോപ്പിക്കുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. ഇതിൽ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ച ഞാനൊന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കതിൽ ടാക്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, അല്ലേ? അക്കൗണ്ടിങ്ങിൽ തന്നെ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആവട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആവട്ടെ, ടാക്സ് ആവട്ടെ, ഇങ്ങനെയുള്ള പ്രോബ്ലം ഏരിയാസ് പഠിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണം പലപ്പോഴും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ സമയം കുട്ടികൾ മാറ്റി വയ്ക്കുന്നത് കാണാം. ബട്ട് നമുക്കറിയാം MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. കൺസെപ്റ്റാണ് നിങ്ങൾക്ക് അറിയേണ്ട. കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള മൊഡ്യൂൾസിന് ഒരുപാട് സമയം കുട്ടികൾ കൊടുത്ത് പഠിക്കും. ഇനി മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിറ്റിങ്, അങ്ങനെയുള്ള മൊഡ്യൂൾസ്, എക്കണോമിക്സ് ഉണ്ട്. അതൊക്കെ കുറച്ച് മാത്രമേ നമ്മുടെ സിലബസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് അവസാനത്തേക്ക് വയ്ക്കും. അതല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ട് ഉള്ളൊരു ഏരിയ ആണെന്ന് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം തന്നെ കയറാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അക്കൗണ്ടിങ്ങും ടാക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ മൊഡ്യൂൾസ് അത് അവസാനത്തേക്ക് വയ്ക്കാം. അത് സിമ്പിളല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇതിന് ശേഷം എക്സാമുകളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സംഭവിക്കുന്നത്, ഈ പറയുന്ന ഡെപ്തിൽ പഠിച്ച അക്കൗണ്ടിങ്, ടാക്സ്, അതിൽ നിന്ന് പ്രോബ്ലംസ് വരും. പലപ്പോഴും ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് HRA കാൽക്കുലേഷൻ്റെ ഒരു ചോദ്യം വന്നു, അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എക്സാമുകളിലെത്തി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാണുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് ചെയ്യാനുള്ള സമയം കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യണു, ആദ്യത്തെ ഒരു ചോദ്യം പ്രോബ്ലം നോക്കുമ്പോൾ ട്രൈ ചെയ്യണു,
അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നു. പിന്നെ പ്രോബ്ലംസിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ അവരവിടെ എന്ത് ചെയ്യാണ്, വെക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിച്ച ഏരിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം പലപ്പോഴും നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ല. ചിലപ്പോൾ അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ നമുക്ക് വരാണെങ്കിൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് പോകുന്നു. അപ്പോൾ പ്രോബ്ലംസ് എങ്ങനെ പോയാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ആൻസറിലോട്ട് പോകുമ്പോൾ കൂടുതൽ സമയമെടുക്കുക. അപ്പോൾ പലരും അത് സ്കിപ്പ് ചെയ്യണു. എന്നിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാത്ത ഈ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, എക്കണോമിക്സ് അതിലോട്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊരു ഒറ്റ പ്രാവശ്യം വായിച്ചാൽ അതിൻ്റെ ആൻസറിലോട്ട് നേരെ പോകാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ അതിലോട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ ഇൻഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല. കൂടുതൽ സമയം കൊടുത്തത് എക്സാമുകളിൽ എത്തുമ്പോൾ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. സിമ്പിളായിട്ടുള്ള തിയറി ഏരിയാസ്, മാർക്കറ്റിംഗ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് ഡെപ്തിൽ പഠിക്കൂല. അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് കളയുന്ന പരിപാടി പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുത്തിരിക്കണം, എല്ലാ മൊഡ്യൂൾസിനും. പിന്നെ ഇതിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ള രണ്ടാമത്തെ സ്ട്രാറ്റജി. മൂവിങ് ടു നമ്പർ 3, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പറയാനുള്ളത്. അറിയുന്നത് മാത്രം അറിയാത്തത് ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുത്. പലപ്പോഴും PSC എക്സാംസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്, നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ്. പലരും കുറച്ചൊക്കെ പഠിച്ചിട്ടായിരിക്കും പോവുക. നന്നായിട്ട് പഠിക്കുന്നവർ വളരെ കുറവാണ് പലപ്പോഴും കാണുന്നത് എക്സാം എഴുതാൻ, ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന്. അപ്പോൾ കുറച്ചൊക്കെ അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യും, ചിലതറിയും അപ്പോൾ ടിക്കിടും. പിന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്കി കുത്തും. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് ശരിയാവുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ 1/3 പോവും. 3 തെറ്റിയാലല്ലേ 1 മാർക്ക് പോവുള്ളൂ. അപ്പുറത്തത് ശരിയാവുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടില്ലേ. ഇതാണ് പല കുട്ടികളുടെയും ധാരണ. അങ്ങനെയാണ് ഈ എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുക. ഒരു കാരണവശാലും ചെയ്യരുത്, അറിയുന്നത് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്ക എക്സാംസും ഒരു 50 എബവ് നിങ്ങൾ അല്ലെങ്കിൽ 60 നിങ്ങൾ അറിയുന്നത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കതും ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്, മെയിൻ ലിസ്റ്റിൽ തന്നെ. മനസ്സിലാവുണ്ടോ? ഒരു ആവറേജ് എക്സാം പറയണേ ഞാൻ. നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 40-നും 50-നും ഇടയിൽ. ഇപ്പോൾ ഒരു ആവറേജ് പേപ്പറാണ് എങ്കിൽ, അധികം ടഫൊന്നും ഇല്ല എങ്കിൽ 60 കയറിയാലാണ് മെയിനിലേക്ക് വരാം. ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചിലപ്പോൾ 40 എബവ്, 40-50 ഇടയിൽ വന്നേ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ടോട്ടൽ ഒരു ആവറേജ് എക്സാം ആണെങ്കിൽ ഒരു ടോട്ടൽ ഒരു 70 അല്ലെങ്കിൽ 60-നും 70-നും ഇടയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ, അറിയുന്നത് മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് പ്രിപ്പയർ ചെയ്ത് പോയി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മെയിൻ ലിസ്റ്റിലോട്ട് ഉൾപ്പെടാൻ പറ്റും. കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണെങ്കിൽ നിർബന്ധമായി അറ്റൻഡ് ചെയ്യുക. അറിയാത്തതാണെങ്കിൽ ഒരു കാരണവശാലും കുത്തരുത്. ആദ്യമൊക്കെ എക്സാം എഴുതാൻ പോണ സമയത്ത് ബിഗിനിങ്ങിൽ ഏത് ചോദ്യങ്ങൾ ഉണ്ടായാലും കുത്തിവെക്കും, 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് പോരും. ഒരു കാരണവശാലും ചെയ്യരുത്. അതല്ല നമ്മുടെയും, അറിയുന്നതാണെങ്കിൽ ചെയ്തോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് അവസാനം അറ്റൻഡ് ചെയ്യുക. 4മതായിട്ട് പറയാനുള്ളത് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് പലപ്പോഴും കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തത് ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 100 ചോദ്യങ്ങൾ വരുന്നു, 90 മിനിറ്റാണ് ഒരു ചോദ്യത്തിന്. അപ്പോൾ എത്ര ടൈം ഉണ്ടാവും? നമ്മളതിനെ സെക്കൻഡ്സിലോട്ട് മാറ്റുകയാണെങ്കിൽ 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 5400 സെക്കൻഡ്സ് ആണ്, 5400 സെക്കൻഡ്സ് ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ടോട്ടൽ 100 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 54 സെക്കൻഡ്സ് ആണ് നമുക്ക് കയ്യിലുള്ള. 1 മിനിറ്റിന് താഴെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ഈക്വൽ ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ളൊരു പരിപാടിയല്ല പലപ്പോഴും ഇവിടെ നടക്കാറ്. കാരണം ഞാൻ പറഞ്ഞു, പ്രോബ്ലംസ് വരുമ്പോൾ അതിന് കൂടുതൽ ടൈം വേണം. ദെൻ ഡിറക്റ്റ് ആയിട്ടുള്ള എല്ലാ തിയറി ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിന് അധികം സമയം വേണ്ട. എന്നാലും ഒരു ചോദ്യത്തിന് 1 മിനിറ്റിൽ താഴെ സമയം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് പറയാനുള്ള 5മത്തെ പോയിന്റായിട്ട്. എങ്ങനെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഈ 90 മിനിറ്റിനെ.
സോ നമ്പർ 1 നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഓർഡറിൽ ഇത് ചെയ്തു തുടങ്ങുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു ഒരു ചോദ്യത്തിന് 54 സെക്കൻഡ് മാത്രമാണ് കിട്ടുന്നത് എങ്കിലും സ്മാർട്ട് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ടോട്ടൽ 100 ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു ഡിറക്റ്റ് ചോദ്യങ്ങളുണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും, പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ പല കുട്ടികളും ചെയ്ത് കണ്ടുവരുന്നത് ഈ ഓർഡറിൽ 1, 2, 3, 4 അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഇപ്പോൾ ഒരു 10 ചോദ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് കൂടുതൽ സമയം നിങ്ങൾ കളയേണ്ടതായിട്ട് വരും. പലരും അപ്പോൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയിരിക്കും, സമയം കൂടുതൽ പോവാണ്. ദി തിങ് ഈസ് ലാസ്റ്റ് ഏരിയയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റിങ്, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ പറയുന്ന സിമ്പിളായിട്ടുള്ള പല ടോപ്പിക്സിൻ്റെയും ചോദ്യങ്ങൾ വരാം. നിങ്ങളിതൊക്കെ ചെയ്ത് പോകുമ്പോൾ അവസാനമായിരിക്കും ഇത് കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഡെപ്തിൽ 1, 2 പ്രാവശ്യം വായിക്കാനുള്ള ഒരു ടൈം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ഇത് ആദ്യം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആക്ച്വലി ഈസി ആയിട്ട് ടിക്കറ്റ് പോകാൻ പറ്റുന്ന പല ചോദ്യങ്ങളും ചിലപ്പോൾ അത് അവസാനമായിരിക്കും കിട്ടുക. അങ്ങനെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നല്ല മാർക്കുകൾ അവിടെ പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടിലൂടെ ഒന്ന് കടന്നു പോകുക. അതിന് നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ മാറ്റി വെച്ചോളൂ, നോ പ്രോബ്ലം. എന്നിട്ട് നോക്കുമ്പോൾ അറിയാലോ ഡിറക്റ്റ് ചോദ്യങ്ങളാണോ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണോ കൂടുതൽ, പ്രോബ്ലംസ് ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, അത് പറഞ്ഞാൽ ഓർഡറിൽ ചെയ്തു പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഏരിയ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ കുറച്ച് കോൺഫിഡൻസും കിട്ടും അവിടെ. നിങ്ങൾ ആ ഏരിയയിലത്തെ 10 ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ഈസിയസ്റ്റ്, ഇപ്പം എക്കണോമിക്സ് ഈസിയാണ് നിങ്ങൾക്കെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്ത് പോകുക. അതിലൂടെ ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈസിയസ്റ്റ് മാർക്കുകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും, സമയം ലാഭിക്കാനും പറ്റും, കുറേ അപ്പം നമുക്ക് കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. അതിന് ശേഷം ചിലപ്പോൾ ടൈം എടുത്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിലോട്ട് പോകാം. ഇങ്ങനെ നിങ്ങൾ എക്സാമിന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇൻ ടൈമിൽ സമാധാനമായിട്ട് എല്ലാ ചോദ്യങ്ങളും നമുക്ക് വായിച്ച് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി വായിക്കുക, 1, 2, 3, 4 ചെയ്ത് പോവുക, ഒരു കാരണവശാലും ചെയ്യരുത്. ഞാൻ ആദ്യമൊക്കെ ചെയ്യാറുണ്ട്, അതിന് ശേഷം പിന്നെ ലാസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ രീതിയിലുള്ള അപ്രോച്ചാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഏത് കേരള PSC പോസ്റ്റുകൾ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യുകയാണെങ്കിൽ എക്സാം കുറച്ചും കൂടി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും മറുപടികളും അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. കേരള PSC റിലേറ്റ് ചെയ്തുള്ള ഏത് പുതിയ പോസ്റ്റുകൾ വന്നാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ, ക്ലാസ്സസ് ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.